രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ആ ത്രംബകജാപം കാണാനാകുന്നു. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചു വിടിനാൻ. അതൊക്കെ നമ്മൾ കണ്ടു. വില്ലെടുത്തു, കുലച്ചു, വലിച്ചു. ജിതശ്രമം, ഒരു പ്രയാസവും കൂടാതെ അതിനെ പൊട്ടിച്ചു. പൊട്ടിക്കണമെന്ന് പ്രത്യേകം മനസ്സ് വച്ചിട്ടല്ല, അത് കുലച്ചു വലിച്ചുടൻ തന്നെ അത് ഒടിഞ്ഞു. അങ്ങനെ ആ വില്ലിനെ പൊട്ടിച്ചു, അഥവാ പ്രാണനെ നിഷ്പന്ദമാക്കി. നമ്മുടെ ഏതൊരു സാധനയും അതിന്റെ പൂർണ്ണതയോടടുക്കുമ്പോൾ ഈ പ്രാണൻ നമ്മുടെ നിയന്ത്രണത്തിലാകും. അപ്പോൾ പ്രാണൻ നിഷ്പന്ദമാകും. പ്രാണായാമ പ്രക്രിയ പറയുമ്പോഴേക്ക് എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാകും. പൂരകമുണ്ട്, ശ്വാസത്തെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന ക്രമം. അതേപോലെ തന്നെ രേചകമുണ്ട്, ശ്വാസത്തെ വിടുന്ന ക്രമം. എത്ര സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുത്തോ അതിന്റെ ഇരട്ടി സെക്കൻഡ് കൊണ്ടാണ് ശ്വാസത്തെ വിടുക. ഇതിനിടയ്ക്ക് കുംഭകമുണ്ട്, ശ്വാസത്തെ സ്തംഭിപ്പിച്ച് നിർത്തുന്നത്. അത് സാധാരണ ആചാര്യന്മാര് എല്ലാവരും പഠിപ്പിക്കില്ല. അത് അങ്ങനെ എല്ലാവരും ചെയ്യാൻ പാടില്ല. അതിനുള്ള യോഗ്യത ആയിക്കഴിഞ്ഞാൽ പഠിപ്പിക്കും. ഇപ്പോ 4 മാത്രയില് പൂരകം ചെയ്താൽ 16 മാത്ര കുംഭകം, 8 മാത്ര രേചകം, അങ്ങനെ ചെയ്യും. ഇത് പരിശീലനമാണ്. ഇത് ആ ഒരു അവസ്ഥയിൽ എത്തിയ ആളുകളെ മാത്രമേ ആ രീതി പഠിപ്പിക്കൂ, കുംഭകം പഠിപ്പിക്കൂ. ഇല്ലാത്തവരെ കുംഭകം ആചാര്യന്മാർ പഠിപ്പിക്കില്ല. കാരണം വളരെ ഗൗരവമുള്ള വിഷയമാണത്. ഇനിയോ ആ കുംഭക പരിശീലനം അതിന്റെ പൂർണ്ണതയിലെത്തുമ്പോ, വിദേഹാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ അല്ലെങ്കിൽ എത്താൻ തുടങ്ങുന്ന യോഗ്യതയിൽ എത്തുമ്പോഴേക്കും ആ കുംഭകം ശുദ്ധ കുംഭകമാകും. ശുദ്ധ കുംഭകമായാൽ ഈ പ്രാണൻ, നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണൻ, അത് നമ്മുടെ നിയന്ത്രണത്തിലാകും, അത് നിശ്ചലമാകും. അതാണ് ഈ ധനുസിന്റെ ഭഞ്ജനം, ത്രംബകജാപത്തിന്റെ ഭഞ്ജനം. ആ പ്രാണായാമ പ്രക്രിയ ശുദ്ധ കുംഭകത്തിലെത്തി ആ പ്രാണചലനത്തെ നിഷ്പന്ദമാക്കി. ആ വില്ല് മുറിഞ്ഞു. എപ്പോഴാണോ വില്ല് മുറിയുന്നത് അപ്പോൾ ബ്രഹ്മസ്വരൂപം അനുഭവപ്പെടും. ഈ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണനാണ് ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയും എല്ലാം പ്രവർത്തിപ്പിച്ചിട്ട് ഈ പ്രപഞ്ചത്തെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിന്റെ ഉള്ളില് നമ്മുടെ യഥാർത്ഥ പരമാത്മ സ്വരൂപം മറഞ്ഞുപോയിരിക്കുന്നു. ഇങ്ങനെ ഈ ലോകത്തെ കാണിച്ച് ലോകത്തിലിട്ട് നമ്മെ വട്ടം കറക്കുന്നതായി ഈ പ്രാണനെ എപ്പോഴാണോ നാം നിയന്ത്രണ വിധേയമാക്കിയിട്ട് അതിനെ ഭഞ്ജിക്കുന്നത് ശുദ്ധ കുംഭകാവസ്ഥയിൽ. അപ്പോൾ ത്രംബകജാപം മുറിഞ്ഞു. അപ്പോൾ പ്രാണൻ നിഷ്പന്ദമായി കഴിഞ്ഞു. പ്രാണൻ നിഷ്പന്ദമാകുമ്പോഴേക്കും ബ്രഹ്മസ്വരൂപം തെളിയും. ആ ബ്രഹ്മസ്വരൂപത്തെ നമുക്ക് അനുഭവപ്പെടുത്തിയിരുന്ന, ആ നിമിഷത്തിൽ അനുഭവപ്പെടുത്തി തരുന്ന ആ പരമാത്മ ജ്ഞാന ചൈതന്യം, അതാണ് ബ്രഹ്മവിദ്യ. ആ ബ്രഹ്മവിദ്യയാണ് സീത. രാമൻ ഈ സാധകനായിരിക്കുന്ന ആത്മാവ്, ആ ആത്മാവ് പ്രാണനെ നിഷ്പന്ദമാക്കി ത്രംബകജാപം മുറിച്ചു. ത്രംബകജാപം മുറിയുന്ന അവസരത്തിൽ സീതയാകുന്ന ബ്രഹ്മവിദ്യ തെളിയും. ഇത് അധ്യാത്മമായ പ്രക്രിയയാണ്. അതോടുകൂടി അഹം ബ്രഹ്മാസ്മി എന്നുള്ള പ്രത്യക്ഷാനുഭവം വരും. എപ്പോഴാണോ ചാപം മുറിയുന്നത് അപ്പോഴാണ് ബ്രഹ്മവിദ്യ ലഭ്യമായി തീരുന്നത്. അതാണ് വില്ല് മുറിഞ്ഞ അവസരത്തിൽ ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞ് ഒച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ, മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൽ കൗതുകം ഉണ്ടായി വന്നു ചേതസി കൗശികനും എന്നെല്ലാം എഴുത്തച്ഛൻ വർണ്ണിച്ചു കേൾപ്പിക്കുന്നത്.
അപ്പോഴ് സീതാദേവി സ്വർണവർണ്ണത്തെ പുണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ് ശോഭയോടെ സ്വർണമാലയും ധരിച്ച് ആദരാൽ മന്ദമന്ദം അർണോജ നേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്ന് ഉടൻ നേത്രോൽപ്പലമാലയും ഇട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ എന്ന് പറഞ്ഞു വെച്ചത്. ഇങ്ങനെ വില്ല് മുറിഞ്ഞ സമയത്ത് സീതയെത്തി മാല ചാർത്തി. അത് ബ്രഹ്മവിദ്യ തെളിഞ്ഞു. ആ സാധകൻ പരമാത്മ സ്വരൂപനായി കഴിഞ്ഞു. അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവത്തിലെത്തിക്കഴിഞ്ഞു എന്നർത്ഥം. ഇതാണ് അധ്യാത്മമായ അർത്ഥം. അതിനെ കഥയാക്കി കാണിച്ചു. ഇവിടെ വാൽമീകി ആ ആധ്യാത്മികമായ അർത്ഥത്തെ അങ്ങനെ പറയാതെ അതിനെ ഈ ചടങ്ങിനകത്ത് ഒളിപ്പിച്ചു വെച്ചു. അതിലേക്ക് ഉള്ളതായ ആ അറിവിന്റെ പാകത നേടിക്കഴിയുമ്പോഴേക്കും അതിൽ എത്തിക്കൊള്ളും. അതിനെ വ്യാസഭഗവാൻ നമുക്ക് തുറന്നു കാണിച്ചു തന്നു. സംസ്കൃതത്തിലെ അധ്യാത്മരാമായണത്തില് എഴുത്തച്ഛനത് തുറന്നു കാണിച്ചു തന്നു. തുടർന്ന് ബാക്കി നടന്നതായ ചടങ്ങുകളെല്ലാം, കല്യാണത്തിന്റെ ചടങ്ങുകളെല്ലാം എഴുത്തച്ഛൻ വർണ്ണിക്കുന്നത് ഇതുപോലെ തന്നെ. മറ്റേത് വില്ല് ഒടിഞ്ഞതിന് ശേഷം ജനക മഹാരാജാവ് വിശ്വാമിത്രന്റെ അനുവാദത്തോടു കൂടിയിട്ട് അങ്ങ് അയോധ്യയിലേക്ക് ആളയക്കാണ്. ദശരഥൻ വന്ന് ദശരഥന്റെ സമ്മതത്തോടു കൂടിയിട്ടാണ് കല്യാണം. അധ്യാത്മരാമായണത്തിലും ദശരഥൻ വന്ന് ദശരഥന്റെ സമ്മതത്തോടു കൂടിയാണ് കല്യാണം. പക്ഷേ സീത രാമനെ വരിക്കുന്നത്, വർണ്ണമാല്യം ചാർത്തിക്കുന്നത് ഇവിടെ അതേ പ്രകാരത്തിൽ വർണ്ണിക്കില്ല. കാരണം ഭൗതികമായ കഥയും ഇതിനകത്ത് നിറഞ്ഞു നിൽക്കണം, ഭൗതികാർത്ഥത്തിൽ നിറഞ്ഞു നിൽക്കണം. ആരാണോ ശ്രദ്ധയോടുകൂടി വായിക്കുന്നത് അവർക്ക് ഈ ആധ്യാത്മികമായ അർത്ഥം തെളിഞ്ഞു കിട്ടും. എഴുത്തച്ഛൻ ആധ്യാത്മികമായ അർത്ഥം നമ്മുടെ മുന്നിൽ തുറന്നു കാണിച്ചു. വാൽമീകി അത് ഈ ഭൗതിക കഥയ്ക്കുള്ളിൽ പരിപൂർണമായിട്ടും വ്യഞ്ജിപ്പിച്ചു വച്ചു. ശ്രദ്ധിച്ചാൽ അത് തെളിഞ്ഞു കാണും. ഇതാണ് കഥയുടെ ആ ക്രമത്തില് ചെറിയൊരു വ്യതിയാനം ഈ രണ്ട് രാമായണങ്ങളിൽ കാണുന്നത്. വ്യതിയാനമല്ല, വാൽമീകി വ്യഞ്ജിപ്പിച്ചു വച്ചത്, കഥയ്ക്കുള്ളിൽ ധ്വനിപ്പിച്ചു വച്ചത് എഴുത്തച്ഛനും വ്യാസനും വാക്കുകൾ കൊണ്ട് വാച്യമാക്കി കേൾപ്പിച്ചു. ഇനി ഒരു കാര്യം കൂടി, സമയം അതിക്രമിച്ചെങ്കിലും അതുകൂടി പറഞ്ഞങ്ങ് നിർത്തുകയാണ്. അധ്യാത്മരാമായണം വായിക്കുമ്പോഴേക്കും രാമന്റെ വിവാഹം കഴിഞ്ഞു, സീതയുടെ അതേപോലെ തന്നെ ലക്ഷ്മണന്റെ വിവാഹം കഴിഞ്ഞു. രാമന്റെയും സീതയുടെയും വിവാഹം, ലക്ഷ്മണന്റെ ഊർമിളയുടെയും വിവാഹം. അത് കഴിഞ്ഞ് എഴുത്തച്ഛൻ പറയും, കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ നമ്മുടെ പത്നിമാരായി. സുന്ദരിമാരായ ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാരുടെ പത്നിമാരായി എന്ന് അദ്ദേഹം പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകും. ഇതിനെ ആസ്പദമാക്കിയിട്ട് അനേകം പേര് സംശയം ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ഈ ക്രമം ഇങ്ങനെ കാണുമ്പോൾ ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാരുടെ പത്നിമാരായെന്ന് കേൾക്കുമ്പോൾ ആ ക്രമത്താൽ പലരും സംശയിക്കുന്നത് ശ്രുതകീർത്തി ഭരതന്റെ പത്നിയും മാണ്ഡവി ശത്രുഘ്നന്റെ പത്നിയുമല്ലേ എന്നിങ്ങനെ പലരും ചോദിക്കാറുണ്ട്. അല്ല, മാണ്ഡവി ഭരതന്റെ പത്നിയും ശ്രുതകീർത്തി ശത്രുഘ്നന്റെ പത്നിയും. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ആ കാവ്യത്തിന്റെ ക്രമത്തില് കാമ്യാംഗിമാരാം മാണ്ഡവിയും ശ്രുതകീർത്തിയും എന്ന് പറയുമ്പോൾ വൃത്തഭംഗം വരും. കിളിമകൾ അങ്ങനെയല്ല പാടുന്നത്, വൃത്തം വളരെ കൃത്യമായിട്ട്. അതുകൊണ്ടാണ് കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും എന്ന് ആദ്യത്തെ വരി പറഞ്ഞു. അത് കഴിഞ്ഞാലോ ഭരത ശത്രുഘ്നന്മാർ നമ്മുടെ പത്നിമാരായി എന്ന് ഭരതന്റെ പേര് ആദ്യം പറഞ്ഞു, ശത്രുഘ്നന്റെ പേര് രണ്ടാമത് പറഞ്ഞു. എന്തുകൊണ്ട് തിരിച്ചു പറഞ്ഞില്ല? ശത്രുഘ്ന ഭരതന്മാർ നമ്മുടെ പത്നിമാരായി. വൃത്തത്തിന് യാതൊരു കുഴപ്പവും വരില്ല. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല? എങ്കിൽ പിന്നെ സംശയം പോകുമല്ലോ. അപ്പൊ ശ്രുതകീർത്തി ശത്രുഘ്നന്റെ പത്നിയുമായി, മാണ്ഡവി ഭരതന്റെ പത്നിയുമായി എന്ന് വളരെ പ്രകടമായി തന്നെ കിട്ടുമല്ലോ, സംശയം വരില്ലല്ലോ എന്ന് ചോദിക്കാം. അങ്ങനെ രണ്ടാമത്തെ വരിയെ ശത്രുഘ്ന ഭരതന്മാർ നമ്മുടെ പത്നിമാരായി എന്ന് എഴുതാം. അദ്ദേഹം എഴുതിയില്ല. അങ്ങനെ എഴുതാത്തതിന് കാരണമുണ്ട്. ആദ്യം രാമന്റെ വിവാഹം, പിന്നെ ലക്ഷ്മണന്റെ വിവാഹം, അത് കഴിഞ്ഞാൽ പിന്നെ ഭരതന്റെ വിവാഹം നടക്കേണ്ടത്. അപ്പോ ഭരത ശത്രുഘ്നന്മാർ നമ്മുടെ പത്നിമാരായി എന്നേ പറയാൻ പാടുള്ളൂ. അല്ല, ശത്രുഘ്ന ഭരതന്മാർ നമ്മുടെ പത്നിമാരായി എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം ഭരത ശത്രുഘ്നന്മാർ നമ്മുടെ പത്നിമാരായെന്ന് പറഞ്ഞു. കാരണം പിന്നെ നടക്കേണ്ടത് ഭരതന്റെ വിവാഹം,
അത് കഴിഞ്ഞാൽ നടക്കേണ്ടത് ശത്രുഘ്നന്റെ വിവാഹം. അതാണ് നമ്മുടെ ലൗകിക രീതി. അങ്ങനെ തന്നെയാണ്. ആ ക്രമം തെറ്റിക്കാതെ ക്രമത്തിനാണ് ആ കല്യാണം നടക്കുന്നത്. അപ്പോ വൃത്തം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതകീർത്തിയുടെ പേര് ആദ്യവും മാണ്ഡവിയുടെ പേര് രണ്ടാമതും പറഞ്ഞു. അതേപോലെ വിവാഹത്തിന്റെ ക്രമത്തിന് മാറ്റം വന്നിട്ടില്ല എന്ന് കാണിക്കാൻ ഭരതന്റെ പേര് ആദ്യവും ശത്രുഘ്നന്റെ പേര് രണ്ടാമതും പറഞ്ഞു. അപ്പോൾ നാം അങ്ങനെ അർത്ഥം ധരിച്ചു കൊള്ളണം. ഭരതൻ മാണ്ഡവി വിവാഹം കഴിച്ചു, ശത്രുഘ്നൻ ശ്രുതകീർത്തി വിവാഹം കഴിച്ചു എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. അതാണല്ലോ വാൽമീകി വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നമ്മെ പറഞ്ഞു കേൾപ്പിച്ച്. അങ്ങനെ അർത്ഥം അന്വയിച്ച് പറയുന്നതില് നമ്മുടെ അന്വയക്രമവും നമ്മുടെ വ്യാകരണ ശാസ്ത്രവും പൂർണ്ണമായിട്ടും അനുകൂലവുമാണ്. വ്യാകരണം അവിടെ തെറ്റുന്നില്ല, അർത്ഥബോധനക്രിയ അവിടെ തെറ്റുന്നില്ല. അങ്ങനെ അന്വയിക്കാനുള്ള അധികാരം കവിക്കുമുണ്ട്, അതേപോലെ സഹൃദയനുമുണ്ട്. അതിനാൽ ശാസ്ത്രത്തെ മുൻനിർത്തി എല്ലാം വളരെ കൃത്യമായിട്ട് വാൽമീകിയുടെ രാമായണത്തിന്റെ അതേ പ്രകാരത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞു, കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ നമ്മുടെ പത്നിമാരായി. അതിനാൽ നമുക്ക് ഇക്കാര്യത്തില് യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല. ഭരതന്റെ പത്നി മാണ്ഡവിയും ശത്രുഘ്നന്റെ പത്നി ശ്രുതകീർത്തിയും. അത് വാൽമീകി വ്യക്തമായി പറഞ്ഞു തന്നുമിരിക്കുന്നു. നാളെ നമുക്ക് ഒരുമിച്ച് കൂടാം. ഇനി വിവാഹത്തെ തുടർന്നുള്ളതായ സംഭവങ്ങളാണ്. നാളെ 8:30 നമുക്ക് ഒരുമിച്ച് കൂടാം. എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിന്റെ പാദപത്മങ്ങളിൽ, വാൽമീകി മഹർഷിയുടെ പാദപങ്കേരുഹങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.